ആരും ഒരു കസ്റ്റമർ ചോദിക്കാത്ത ഒരു കാര്യമാണ് അത്. എഫിഷ്യൻസി, പാനൽ എഫിഷ്യൻസി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ടോപ്പ് കോൺ പാനലിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 23% ആയിരിക്കും. 23%. അപ്പോൾ മാത്രമല്ല അത് ലൈറ്റ് സെൻസിറ്റീവ് കുറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിന്ന് അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ടാകും. പിന്നെയുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനൽ തന്നെ പോളി പാനൽസ് ഉണ്ട്. പോളി പാനൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനുവരി മുതൽ ഒരു മെയ് വരെയുള്ള സമയത്ത് നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും. ചില പ്രത്യേക ടീമുകൾ ആ സമയത്ത് മാത്രം മാർക്കറ്റ് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവില്ല, നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും ആ പോളി പാനലിൽ. പക്ഷെ കാലാവസ്ഥ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചു വരും. ഞാൻ എപ്പോഴും ഈ 3 കിലോവാട്ട് എൻക്വയറി ചെയ്ത് വന്നവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 കിലോവാട്ട് പാനൽ വെച്ചോ, എന്നിട്ട് 5 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടർ വയ്ക്കാം. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഇത് വന്നെങ്കിൽ നമ്മൾ പാനൽ മാത്രം എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഈ മഴക്കാലത്ത്, അതായത് ഇപ്പോൾ ഈ പറയുന്നത് കുറേ ദിവസങ്ങളായിട്ട് ഇരുട്ട് കുത്തി കിടക്കുകയാണ്, നല്ല മഴയാണ്, ഈ സമയത്തുള്ള പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ഗ്രേഡ് പാനലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 ദിവസത്തെ ആവറേജ് പ്രൊഡക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് ഇത്ര കിട്ടണുള്ളൂ എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് നടക്കും. അതിനകത്ത് എന്തെങ്കിലും ഒരു തോന്നുന്ന അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങി ഷോർട്ട് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് ഈ ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരും. പക്ഷേ കുറച്ച് നാളത്തേക്ക് നമുക്കത് കണ്ടുപിടിക്കാനൊന്നും പറ്റുമെന്ന് വരും. ഗ്രോസ് മീറ്ററിങ് വരാൻ സാധ്യതയുള്ളത് ഇച്ചിരി വൻകിട ഉപഭോക്താക്കൾക്കായിരിക്കും. കൊമേഴ്ഷ്യൽ താരിഫുള്ളവർക്ക് ആദ്യം തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അവർക്ക് ലാഭമായിരിക്കും. അത്ര 3000, 3500, 4000 വരെയൊക്കെ ഉള്ള അതാണ് ഒരു 3 കിലോവാട്ട് വെച്ചാൽ മതി. 3 കിലോവാട്ട് വെച്ചാൽ മതി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജിനീഷ് ബ്രോ ആണ്. ആക്ച്വലി എൻ്റെ സബ്സ്ക്രൈബറിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലല്ല, സുഹൃത്താണ്. അപ്പോൾ ജിനീഷ് ബ്രോ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാറിന് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു സോളാറൊക്കെ വെക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻട്രോ കൊടുക്കണം, എന്താണ് ചെയ്യുന്നത് ആക്ച്വലി ശരിക്കും? ഞാൻ ഒരു 25 വർഷമായിട്ട് പവർ ഇലക്ട്രോണിക്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഇൻവെർട്ടേഴ്സ്, UPS, ഹൈ ഫ്രീക്വൻസി UPS, സെർവോ സ്റ്റെബിലൈസർ, അതിൻ്റെ പ്രൊഡക്ഷൻ, R&D അതിനകത്താണ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോളാറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോളാറിലും ഇത്രയും തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഓഫ് ഗ്രിഡിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓൺ ഗ്രിഡ് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 8 വർഷമായിട്ട് ഓൺ ഗ്രിഡിലും. അപ്പോൾ നമുക്ക് ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സാധാരണക്കാരന് പലർക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു സാധനം സോളാർ. നമ്മൾ എങ്ങനെയാണെങ്കിൽ സോളാർ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബേസിക്കലി? നമ്മൾ ഫോട്ടോ വോൾട്ടൈക് മോഡ്യൂൾസ്, സോളാർ പാനൽസ് വെച്ചിട്ട് സൂര്യപ്രകാശത്തെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. കെമിക്കൽ റിയാക്ഷൻ ഫോം അത് ലൈറ്റിനെയാണ് ഹീറ്റാണെന്ന്. ആ ഉച്ച സമയത്ത് ഭയങ്കര പ്രൊഡക്ഷൻ ആയിരിക്കൂലേ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. മെയിനായിട്ട് ലൈറ്റ് എനർജി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബേസിക്കലി എന്തൊക്കെയാണ് വന്നത്? നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ നോക്കിയാൽ വീടിൻ്റെ മുകളിൽ സോളാർ പാനൽ ഉണ്ടാവും, വീട്ടിനകത്ത് ഇൻവെർട്ടർ ഉണ്ടാവും. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഓൺ ഗ്രിഡ് ഉണ്ട്, ഓഫ് ഗ്രിഡ് ഉണ്ട്. എന്താണ് ഓൺ ഗ്രിഡ്, എന്താണ് ഓഫ് ഗ്രിഡ്? ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലേക്ക് കൊണ്ടുവന്ന് AC കൺവേർഷൻ ചെയ്ത് നേരെ നമ്മുടെ KSEBയുടെ ലൈനിലേക്ക് സപ്ലൈ ചെയ്യും. KSEB ആയിട്ട് കണക്ഷൻ ഉണ്ടാവും. KSEB ആയിട്ട് കണക്ഷൻ ഉണ്ടാവും. ഓൺ ഗ്രിഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണത് ലൈനിലേക്ക് പോകും. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ എടുക്കും, ബാക്കിയുള്ളത് നമ്മൾ KSEBക്ക് കൊടുക്കും. തുച്ഛമായ എന്തോ ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടും. അതല്ല അങ്ങനെയല്ലേ? തുച്ഛമായിട്ടുള്ള അങ്ങനെ അല്ല. അതെന്ത് നമ്മൾ യൂസ് ചെയ്ത് ടോട്ടൽ ഗ്രിഡിലേക്കാണ് പോകുന്നത്. അതിങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ KSEBയുടെ അതിനകത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു യൂണിറ്റിന് എന്ത് റേറ്റ് കിട്ടും നമ്മൾ യൂസ് ചെയ്തിട്ട് എക്സസ് പോകുമ്പോഴത്തേക്കും? എക്സസ് ഉള്ളതിന് ഇപ്പോൾ നമുക്ക് ₹2.69 കിട്ടുന്നത്. എക്സസ് വരുന്നത് നമ്മളുടേതായ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ നിലവിലുള്ളതിനകത്ത്. അപ്പോൾ ഇനി ഓൺ ഗ്രിഡ് അല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓൺ ഗ്രിഡ്. ഇനി ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള കപ്പാസിറ്റി ഉള്ളൊരു സോളാർ സിസ്റ്റം വെച്ചിട്ട് ബാറ്ററി സ്റ്റോറേജോടുകൂടി ഉപയോഗിക്കുന്നതാണ്.
KCB ആയിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവില്ല. KCB ആയിട്ട് നമുക്ക് കണക്ഷൻ വേണമെന്നില്ല അതിന്. വേണമെന്നില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമുക്കത് ചെയ്യാം. പക്ഷേ അതിൻ്റെ നമ്മൾ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ് വരും. നമ്മളൊരു 5 വർഷത്തെ വാറണ്ടി ഉള്ള ബാറ്ററി വെച്ച് ഉപയോഗിക്കുമ്പോൾ ആ കാലയളവിൽ കണക്കൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണ ഇലക്ട്രിസിറ്റിക്ക് പെർ യൂണിറ്റ് ഒരു 14-15 രൂപയൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള സംഭവം ഇതൊക്കെ വെച്ചിട്ട് ആണെങ്കിൽ നല്ല അതിനേക്കാൾ കൂടുതലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് കുറയും. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള KCBയുടെ താരിഫും കാര്യങ്ങളെല്ലാം വെച്ച് ഓഫ് ഗ്രിഡ് വയ്ക്കുന്നത് നമുക്ക് അത്ര ഇതല്ല. പിന്നെ പവർ ക്വാളിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് ഗ്രിഡാണ് നല്ലത്. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടേജിൽ നമുക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ വീട്ടിലും ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈഫിന് നല്ലത് ഓഫ് ഗ്രിഡ് വയ്ക്കുന്നതാണ്. പക്ഷെ കൂടുതൽ ആളുകൾ എല്ലാവരും വെക്കുന്നത് ഓൺ ഗ്രിഡാണ്. അത് നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ കോൺഷ്യസ് ആയ കാരണം അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് എല്ലാവരും ഓൺ ഗ്രിഡാണ് നോക്കണത്. ഇപ്പോൾ ചെറിയൊരു കോൺട്രവേഴ്സി ഓൺ ഗ്രിഡിനകത്ത് തോന്നുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. പേപ്പറൊന്നും അങ്ങനെ വായിക്കാറില്ല, എന്നാലും പറഞ്ഞു വായിക്കാറില്ല. എന്നാലും ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടാൻ വേണ്ടി പേപ്പർ വായിക്കുന്നത് നല്ലതാണ്. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു റെഗുലേറ്ററി കമ്മീഷനിൽ ഒരു തെളിവെടുപ്പ് നടന്നു. അതായത് നമ്മുടെ നിലവിലുള്ള ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് മീറ്ററിങ് സിസ്റ്റമാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അതിനകത്ത് ഉണ്ടാവും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ്സും അതിനകത്തുണ്ടാവും. നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് കുറച്ചിട്ട് ബാക്കിയുള്ളതിന് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഇനി എക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ 2 രൂപ 69 പൈസ വെച്ച് നമുക്ക് തരും. ഇതാണ് നിലവിലുള്ള നെറ്റ് മീറ്ററിങ് സിസ്റ്റം. ഇപ്പോൾ പുതിയൊരു സിസ്റ്റം ഗ്രോസ് മീറ്ററിങ് വരണോ എന്നൊരു കിംവദന്തി ഇവർ തന്നെ ഒന്ന് പരത്തി ആൾക്കാരുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഗ്രോസ് മീറ്ററിങ് വരുമ്പോൾ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കണതിനുള്ള പൈസ കൊടുക്കണം, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിന് അവർ നിശ്ചയിച്ചൊരു തുക തരും. അത് കുറച്ചിട്ടുള്ളത് കൊടുക്കണം. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക്കലി അത്ര വയബിൾ അല്ല. ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും ഈ സാധനം വയ്ക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഈ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ പരസ്യം ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനായിട്ട് ഇത്ര നാൾ കൊണ്ട് നിങ്ങൾക്ക് മുതലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ പരസ്യം കൊടുത്തിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും പൈസ ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇത് വെക്കണത്, ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും. അപ്പോൾ ആ ലോൺ എടുക്കണവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ KCBയിലേക്ക് ഒരു തുക ബില്ലായിട്ട് പോകുന്നു, ആ ബില്ലായിട്ട് പോകുന്ന തുക ലോണിലേക്ക് അടയ്ക്കാം എന്ന് വിചാരിച്ച്. മാത്രമല്ല പല വെണ്ടേഴ്സും ഇതേപോലെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ രണ്ടും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ലെവലിൽ ഇരുന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ അത് വളരെ അതെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അതിൻ്റെ തെളിവെടുപ്പിൻ്റെ സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്തായിരുന്നു നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ്റെ തെളിവെടുപ്പ്. അവിടെ എല്ലാവരും ചെന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല, ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ഞങ്ങൾ പറഞ്ഞത് തെറ്റിദ്ധരിച്ച് ഇതേപോലെ അടിച്ചിറക്കിയതാണ് എന്നാണ് അവർ പറഞ്ഞത്. നിലവിൽ ഗ്രോസ് മീറ്ററിങ് നടത്തുന്നില്ല, നെറ്റ് മീറ്ററിങ് തന്നെയാണ് നടത്തണതെന്ന് അവർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. എന്നാലും ചില ഈ തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടിയിട്ടാണ്. അത് ഒരു ലോബി ഉണ്ട്, അവർ എന്ത് സാധനം ഉണ്ടെങ്കിലും അതിനെതിരെ അത് അതിൻ്റെ കൊമേഴ്സ്യൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലുതാണ്. ഈ ലോബി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് അങ്ങനെ സ്റ്റക്കായി പോകും. ഇത് ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ് ഒരു ഫ്ലോയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇടുത്തി പോലുള്ള ഒരു വാർത്ത അങ്ങോട്ട് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരുടെ മനസ്സിൽ നിന്ന് അത് പോകാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ അവരിപ്പോൾ നിലവിൽ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിർത്തിവെക്കാൻ പറയും, നിർത്തിവെക്കാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ പണി തീർന്നത് ബാലൻസുള്ള പേയ്മെൻറ്റ് തരാൻ മടിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു ക്യാഷ് ഫ്ലോനെ അത് ബാധിക്കും. അവരുദ്ദേശിച്ചത് അത് തന്നെയാണ്. ഒരു പരിധിവരെ അവർ വിജയിച്ചു. അപ്പോൾ ശരിക്കും ഗ്രോസ് മീറ്ററിങ് ഗ്രോസ് മീറ്ററിങ് വരാൻ സാധ്യതയുള്ളത് ഇച്ചിരി വൻകിട ഉപഭോക്താക്കൾക്കായിരിക്കും. കൊമേഴ്സ്യൽ താരിഫുള്ളവർക്ക് ആദ്യം തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അവർക്ക് ലാഭമായിരിക്കും. ഹൗസ് ഹോൾഡ് പർപ്പസിൽ അടുത്ത കാലത്ത് വരാൻ സാധ്യതയുണ്ട്.
ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ സോളാർ വെക്കണോ വേണ്ടയോ എന്ന് ഞാനൊരു തീരുമാനം എടുക്കേണ്ടത് എന്തിൻ്റെ ബേസിസിലാണ്. പൊതുവെ എല്ലാവരും പറയുന്ന പോലെ കറണ്ട് ബില്ല് വരുന്നു, 2 മാസം കൂടുമ്പോൾ എനിക്ക് ഇത്ര രൂപ വരുന്നു, അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പലരും ഈ ചൂടൊക്കെ കൺസിഡർ ചെയ്ത് എ സി ഒക്കെ യൂസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബേസിക് ഇത് ബില്ലിംഗ് ആണ്. ഫീലിംഗ് ആണ്. അപ്പോൾ ബില്ല് എത്രയുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വെക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. ഇപ്പം എനിക്ക് 2 മാസം കൂടുമ്പോൾ ഒരു 2000 രൂപ അല്ലെങ്കിൽ ഒരു 1800 രൂപയ്ക്കാണ് വരുന്നത്. 2 മാസം കൂടുമ്പോൾ 1800 2000 എന്നുള്ളെങ്കിൽ താങ്കൾ വെക്കണ്ട എന്ന് ഞാൻ പറയും. വെക്കണ്ട എന്ന് പറയുള്ളൂ. ഇപ്പം ഏകദേശം ഒരു 2 മാസം മുമ്പ് എത്ര എമൗണ്ട് ഒരു 3500 മേലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. അതല്ല, ഇനിയിപ്പോൾ എനിക്ക് മേ ബി ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാറോ അതിലൊക്കെ വാങ്ങണം, പിന്നെ ഈ പറയുന്ന പോലെ ചൂടൊക്കെ കൂടി വരുന്നതുകൊണ്ട് എ സിയുടെ ഒക്കെ ഉപയോഗം കുറച്ച് കൂട്ടണം എന്നാണെങ്കിൽ വെക്കണതിന് കുഴപ്പമില്ല. നമ്മുടെ ഒരു ഇൻറ്റൻഷൻ അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരു 3500 വരികയാണെങ്കിൽ 3500 അതിന് മേലെ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 3500 അല്ലെങ്കിൽ ഒരു 4000 ഒക്കെ ബില്ല് വരുന്നവരാണെങ്കിൽ ഇവർക്ക് എത്ര കിലോ വാട്ട് വേണ്ടി വരും ശരിക്കും പറയുന്നതിന്? അത്ര 3000 3500 4000 വരെയൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 3 കിലോ വാട്ട് വെച്ചാൽ മതി. 3 കിലോ വാട്ട് വെച്ചാൽ മതി. ഈ നമ്മൾ 3 കിലോ വാട്ട് വെക്കാനാണെങ്കിൽ എങ്ങനെ വന്നാലും നമുക്ക് ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 1.5 ലക്ഷത്തിനടുത്ത് വരില്ലേ റേറ്റ്? എന്തായാലും 1.5 ലക്ഷം രൂപ അടുത്ത് വരും. നല്ല ഇതൊക്കെയാണ്. ഇത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മുടക്കിയ മുതൽ എപ്പോൾ തിരിച്ചു കിട്ടും? ഈ 3500 4000 ബില്ല് വന്നവൻ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 5.5 വർഷം ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ഇപ്പോൾ നമ്മൾ ഈ വെക്കണ പാനലുകൾ പല ടൈപ്പ് പാനലുകൾ ഉണ്ടാവും. പല ടൈപ്പ് പാനലുകൾ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ടോപ്പ് കോൺ പാനലാണ്. ടോപ്പ് കോൺ പാനൽ അതിൻ്റെ എഫിഷ്യൻസി, അതായത് ഒരു കസ്റ്റമർ ചോദിക്കാത്ത ഒരു കാര്യം അത് എഫിഷ്യൻസി, പാനൽ എഫിഷ്യൻസി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ടോപ്പ് കോൺ പാനലിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 23% 23%. അപ്പോൾ മാത്രമല്ല അത് ലൈറ്റ് സെൻസിറ്റീവ് കുറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിന്ന് അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ടാകും. അല്ലേ? അതായത് ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ 3 കിലോ വാട്ട് വെക്കാൻ എത്ര രൂപയെന്ന് ചിലർ പറയും 1.30 1.35 വെക്കാം, 1.50 2.25 വരെ വെക്കാം എന്ന് പറയുന്ന ആളുകൾ. അത് ഇപ്പോൾ തട്ടുകടയിൽ ഒരു സാധാരണ ഇത് ഞാൻ അവരെ കുറ്റം പറയല്ല, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ 80 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ബിരിയാണി തരും. ചിലപ്പോൾ ഒരു പീസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 പീസ് ഉണ്ടാവും. ഒരു നല്ല ഒരു ഹോട്ടലിൽ കയറി, ഇപ്പോൾ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാൽ അവർക്ക് പരസ്യമാവും, വേണ്ട അവിടെ കയറി കഴിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഒരു 180 200 220 ചിലത്ത് 300, അത് ഡിപ്പെൻസ്. ഓക്കെ. അപ്പോൾ അവിടെ ചെന്ന് കഴിക്കാം. അപ്പോൾ അതിൻ്റെ റൈസിന് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ സൈഡ് ഡിഷസിന് പ്രശ്നം ഉണ്ടാവും, ആംബിയൻസിന് വ്യത്യാസം ഉണ്ടാവും, ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാണ് ക്വാളിറ്റി. അവിടെയാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ആളുടെ അടുത്ത് ഒരു വെണ്ടറുടെ അടുത്ത് നമ്മളൊരു ചോദിക്കുമ്പോൾ ഏത് പാനലാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഓരോ ബ്രാൻഡുകളുണ്ട്, ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, ഓരോ ബ്രാൻഡുകൾക്കും ഓരോ ക്വാളിറ്റി വൈസ് പാനൽസ് ഉണ്ട്. ഗ്രേഡഡ് പാനൽ എന്ന് പറയും. ഇന്നേ വരെ ഇതിനകത്തും ഇതുമായി ബന്ധപ്പെട്ട പല ഗ്രൂപ്പിലും നമ്മൾ മെമ്പറാണ്. വാട്സപ്പിലായാലും ആയിക്കോട്ടെ, ഫേസ്ബുക്കിലോ ഇതിനകത്തും ഒരുപാട് ചർച്ചകളൊക്കെ നടക്കണതിന് ഇതിനെ പറ്റിയൊന്നും ആരും മിണ്ടുന്നില്ല. ഗ്രേഡഡ് പാനൽസ് ഉണ്ട്. ആ ഗ്രേഡഡ് പാനൽസ് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വാറണ്ടി പറയുന്നുണ്ടല്ലോ, 25 years പെർഫോമൻസ് വാറണ്ടി. അതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതിന് പ്രൊഡക്ഷൻ ഇല്ല, ഇത്ര പ്രൊഡക്ഷൻ ഉള്ളൂ എന്ന് അത് നമുക്കൊരു സ്ഥലത്ത് പ്രൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഈ ഗ്രേഡഡ് പാനലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 ദിവസത്തെ ആവറേജ് പ്രൊഡക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് ഇത്ര കിട്ടണുള്ളൂ എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ നമുക്ക് ആ റീപ്ലേസ്മെൻറ്റ് നടക്കും. അപ്പോൾ അതിന് ചിലപ്പോൾ 2 രൂപ 3 രൂപയുടെ വ്യത്യാസം പെർ വാട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വില വ്യത്യാസം വരുന്നത്. പിന്നെയുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനൽ തന്നെ പോളി പാനൽസ് ഉണ്ട്. പോളി പാനൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനുവരി മുതൽ ഒരു മെയ് വരെയുള്ള സമയത്ത് നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും. ചില പ്രത്യേക ടീമുകൾ ആ സമയത്ത് മാത്രം മാർക്കറ്റ് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവില്ല, നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും ആ പോളി പാനലിൽ. പക്ഷെ കാലാവസ്ഥ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചു വരും. അതിനെ പറ്റിയിട്ട് എനിക്ക് ചോദിക്കാണ്ട്. അതിന് മുമ്പ് നമ്മൾ അതായത് ഇപ്പോൾ ഈ പറയണ പോലെ വില കുറച്ചും ചെയ്യാൻ പറ്റും, നല്ല വിലക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് പാനലുകളുടെ ക്വാളിറ്റി, ഇൻവെർട്ടറിൻ്റെ ക്വാളിറ്റി എല്ലാം മാറും. നമ്മളൊരു മിനിമം ഒരു 20 years എങ്കിലും കണ്ടിട്ടാണ് നമ്മളിത് വെക്കണത്.
അപ്പോൾ സ്ട്രക്ചറിൽ നിന്ന് തുടങ്ങി നമ്മൾ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യണം 20 വർഷം കിട്ടാവുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം പേയ്മെൻറ്റ് വരും. അപ്പോൾ ഈ പേയ്മെൻറ്റുമ്മ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അല്ല അപ്പോൾ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും പോലെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം യൂസ് ചെയ്യുമ്പോൾ റേറ്റിൽ ഡിഫറൻസസ് വരും. പലരും മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര രൂപയ്ക്ക് ചെയ്യാം, 1.40 ചെയ്യാം. ചിലർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ആകും എന്ന് പറയാം. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, അതിനകത്ത് ഫണലിംഗ് എന്ന് പറയും മാർക്കറ്റിങ്ങിൽ. ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ സമീപിക്കും, അതിനകത്ത് നമ്മൾ അതിനകത്ത് കുറച്ച് ആളെ സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള രീതിയാണ് അത് ചെയ്യുന്നത്. അതെ. അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതേപോലെ പറ്റിക്കപ്പെടരുത്. ആരും ഇൻവെർട്ടറിലാണെങ്കിൽ തന്നെ അതിനകത്തും ഇതുണ്ട്, ഹെവി ഡ്യൂട്ടി ഇൻവെർട്ടേഴ്സ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു കുഴപ്പം, ഞാൻ എപ്പോഴും ഈ 3 kW എൻക്വയറി ചെയ്ത് വന്നവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 kW പാനൽ വെച്ചോ, എന്നിട്ട് 5 kW ഇൻവെർട്ടർ വയ്ക്കാം. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഇത് വന്നെങ്കിൽ നമ്മൾ പാനൽ മാത്രം എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ ഇൻവെർട്ടറാണ്. അതായത് ഓരോ പാനലിനും ഓരോ ചെറിയ ഇൻവെർട്ടർ യൂണിറ്റ് അത് സീരീസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതിനകത്ത് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും KECBയുടെ അപ്രൂവൽ എടുക്കണം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ. ഈ 5 kW വെച്ചിട്ട് 3 kW ആണ് നമ്മൾ പാനൽ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 kW വരെ നമുക്ക് അപ്രൂവൽ എടുക്കേണ്ട. നമുക്ക് ഇപ്പോൾ ഒരു സോളാർ ചെയ്താൽ പ്രാക്ടിക്കലി നമുക്ക് എന്തോരം, ഇപ്പം ഞാൻ ചോദിക്കുന്നത് നല്ല ക്വാളിറ്റി പാനലുകൾ ഇൻവെർട്ടറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് മാക്സിമം എത്ര വർഷം വരെയൊക്കെ ലൈഫ് എക്സ്പെക്ട് ചെയ്യാം? ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നമ്മൾ മുമ്പ് അവിടെ മലയിടംതുരുത്ത് പോയായിരുന്നല്ലോ, ഓഫ് ഗ്രിഡിൻ്റെ അതിനകത്ത്. അവിടെ നമ്മളെല്ലാം വെച്ചേക്കുന്നത് ഇമ്പോർട്ടഡ് പാനലാണ്. അതിപ്പോൾ 4 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ വെച്ച ഫസ്റ്റ് ഇത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റം വെച്ചിട്ട് ഇപ്പോൾ ഒരു 7 വർഷം കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഇമ്പോർട്ടൻറ്റ് പാനൽസ് വെച്ചാണ്. ഇതുവരെ നമുക്ക് അവിടെ ഒരു ഡീഗ്രഡേഷൻ വന്നിട്ടില്ല, പ്രൊഡക്ഷനിലൊന്നും പ്രശ്നമൊന്നും വന്നിട്ടില്ല. അതായത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ മാനുഫാക്ചർ ചെയ്ത ബ്രാൻഡുകളുടെ പാനൽസാണ് നമ്മളവിടെ വെച്ചത്. അത് ഇതുവരെ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല. ലോ ലൈറ്റിലും അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ട്, നോർമലായിട്ടുള്ളതിനേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ട്. ഈ പാനലുകൾ ഇപ്പോൾ ലോ ഗ്രേഡ് ആണെങ്കിൽ കംപ്ലൈൻറ്റുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലേ? സാധ്യതകൾ കൂടുതലാണ്. അതായത് മഴ പെയ്യുമ്പോൾ ഈ വേഫറിങ് മെത്തേഡിലൂടെയാണ് അത് പ്രസ് ചെയ്തിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സോളാർ മോഡ്യൂൾസ് അരയായിട്ട് അറേഞ്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ വേഫർ ചെയ്തിട്ടാണ് വരുന്നത്. ഈ വേഫറിങ് ടെക്നോളജിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങി ഷോർട്ട് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് ഈ ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരും. പക്ഷേ കുറച്ച് നാളത്തേക്ക് നമുക്കത് കണ്ടുപിടിക്കാനൊന്നും പറ്റുമെന്ന് വരില്ല. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഷോർട്ടിങ് പ്രോബ്ലം ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് പ്രൊഡക്ഷനിൽ ലോസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സോളാർ വെക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി പാനലുകൾ തന്നെ നോക്കി വെക്കാം. തീർച്ചയായിട്ടും നല്ലപോലെ അറിവുള്ളവരെ, നമ്മൾ ഈ പരസ്യങ്ങൾ മാർക്കറ്റിംഗ് ഒക്കെ കണ്ടിട്ട് വിലയൊക്കെ കണ്ട് ചാടിക്കേറി ആരെങ്കിലും ഏൽപ്പിക്കാതെ ഇതിനെ പറ്റിയിട്ട് ഐഡിയ ഉള്ള ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കല്ലേ. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സോളാർ സബ്സിഡി. ഈ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. 78,000 എന്തോ സബ്സിഡി ഉണ്ടെന്നുള്ളത് ഞാൻ ഒരു ദിവസം ബെസ്റ്റ് ഫേസ്ബുക്ക് എടുത്തൊന്ന് സോളാറിനെ പറ്റി സെർച്ച് ചെയ്താൽ പിന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പറയണ 78,000 സബ്സിഡി ഉണ്ട്, 78,000 സബ്സിഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ MNRE സബ്സിഡിയാണ്. അത് പുതിയ സ്കീമിൽ വന്നു കഴിഞ്ഞപ്പോൾ 1 കിലോവാട്ടിന് 30,000 രൂപ, 2 കിലോവാട്ടിന് 60,000 രൂപ, 3 കിലോവാട്ടിന് 78,000 രൂപ. അതിന് മേലേക്കെല്ലാം മാക്സിമം 78,000 രൂപ. ഈ 78,000 രൂപ സബ്സിഡി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു 3 കിലോവാട്ട് സോളാർ സെറ്റപ്പ് വെക്കണമെങ്കിൽ ഏകദേശം എന്തൊരു റേഞ്ചിൽ വരും ഡിപ്പെൻഡിങ് ഓൺ ക്വാളിറ്റി? അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ഓരോ വെക്കണ ഈ റൂഫിൻ്റെ അതനുസരിച്ച് വ്യത്യാസം വരും. ഷീറ്റ് ഇടാത്ത വീടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മറ്റേ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. എന്നിരുന്നാലും നല്ല പാനൽസ് നല്ല എക്യുപ്മെൻസും എല്ലാം വെച്ചിട്ട് കോപ്പർ ഇൻസുലേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 മുതൽ
1.5 ലക്ഷം രൂപ വരെ. 1.5 ലക്ഷം രൂപ 3 കിലോ വാട്ട് ഇൻവെർട്ടർ വെച്ചിട്ടല്ലേ? 3 കിലോ. സബ്സിഡി കഴിഞ്ഞിട്ട്? സബ്സിഡി കഴിഞ്ഞിട്ടോ. കാരണം ആളുകൾ പലരും ഒരു വിചാരമുണ്ട് ഇത് കഴിഞ്ഞ് വീണ്ടും സബ്സിഡി. ഇത് ശരിക്കും സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് വന്നതാണ്. ഇപ്പോൾ പല വെൻഡേഴ്സും സബ്സിഡി കഴിഞ്ഞിട്ടുള്ള തുക തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെ ഒരു ഫെയർ പ്രാക്ടീസ് അല്ല. പക്ഷേ ഇത് ഒരു മാർക്കറ്റിംഗ് ഇതിനകത്ത് വരുമ്പോഴും ഒരു ബിസിനസ്സായി വരുമ്പോൾ പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഒരു 3 കിലോ വാട്ടിന് നമുക്കൊരു 1.25 റേഞ്ച് മുതൽ നമുക്ക് മേലേക്ക് കൂട്ടി വരാം. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഒരു 3 കിലോ വാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും? നോർമൽ ഒരു ദിവസം, മഴയൊന്നുമില്ല, നോർമൽ വെയിലൊക്കെ ഉള്ളൊരു നോർമൽ ഉള്ള ഒരു ദിവസമാണെങ്കിൽ 12 മുതൽ 15 യൂണിറ്റ് വരെ പ്രൈസ്. നല്ല ക്വാളിറ്റി പാനൽ എഫിഷ്യൻസി കൂടിയതാണെങ്കിൽ ഒരു നോർമൽ അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് എഫിഷ്യൻസി കൂടുതലുള്ളതിൽ 19, 20 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അത് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ആവറേജ് 15 പിടിക്കാം. 15 പിടിക്കാം. ഓക്കെ. അപ്പോൾ 15, അപ്പോൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ ഒരു 15 യൂണിറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ബാക്കി KSEBിയുടെ ഗ്രിഡിലേക്ക് അങ്ങനെയല്ലേ? ടോട്ടൽ ഗ്രിഡിലേക്ക് തന്നെയാണ് ടോട്ടൽ ഗ്രിഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള നമ്മൾ എടുക്കും എന്നുള്ളത്. ഇനിയിപ്പോൾ സോളാറിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള കൺസേൺ, ഈ അടുത്തും കൂടെ ഞങ്ങൾ ഓഫീസിൽ വെച്ച് സുഹൃത്തുക്കളായിട്ട് സംസാരിച്ച ഒരാൾ സോളാറിനെ പറ്റി ചോദിച്ചപ്പോൾ വേറെ കൂടെയുള്ള 2 പേര് പറഞ്ഞതാണ് അത് വെച്ചാൽ മഴയാകുമ്പോൾ നമ്മൾ പെട്ടുപോകുമെന്ന് പറഞ്ഞു. ഈ മഴക്കാലത്ത്, അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ കുറേ ദിവസങ്ങളായിട്ട് ഇരുട്ട് കുത്തി കിടക്കുകയാണ്, നല്ല മഴയാണ്, ഈ സമയത്തുള്ള പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? അതിനെയാണ് ഈ പറഞ്ഞ ഗ്രേഡഡ് പാനൽ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള മോഡ്യൂൾസ് ഉപയോഗിച്ചുള്ള പാനൽസ് ആണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തും അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ടാവും. ഏകദേശം എന്തൊരു ആവറേജ് ഒരു 50% എബോവെങ്കിലും പ്രതീക്ഷിക്കാമെന്നുള്ള. അല്ലാത്തതിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ 15 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിനകത്ത് 2 യൂണിറ്റ് പോലും ഉണ്ടാവും. 2 യൂണിറ്റ് പോലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ മാറി. ഒരു 8 മാസത്തോളം ഒരു മൂടി കെട്ടിയ ഒരു അന്തരീക്ഷം പോലെയാണ്. 4 മാസമാണ് ഇതേപോലെയുള്ള ഒരു വെയിലുണ്ടാവും ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള നല്ല ക്വാളിറ്റി സെൻസിറ്റീവ് ആയിട്ടുള്ള മോഡ്യൂൾസ് ഉപയോഗിച്ചിട്ടുള്ള പാനൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സമയത്തും നല്ല പ്രൊഡക്ഷൻ പകുതി നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു മഴയാകുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ AC അതൊന്നും അങ്ങനെ അധികാരം മഴ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൺസപ്ഷൻ ഇത്ര ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ആയി പോകുന്നത്. ഇൻ കേസ് നമുക്ക് കൺസംഷൻ വന്നാൽ ഓൺ ഗ്രിഡ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. അവിടെ ആ ഒരു ഗ്യാരണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ സ്ഥിരം കാണുന്ന എൻ്റെ സുഹൃത്ത് വരെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടെ ഞാനൊരു വീട് വെക്കുകയാണ്, അല്ലെ വീട് വാങ്ങിയാണ്, അപ്പോൾ എനിക്ക് ഒരു 3 ബെഡ്റൂമിലും AC ഉണ്ട്. അപ്പോൾ ഈ 3 AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര കിലോ വാട്ടിൻ്റെ കണക്ഷൻ വേണ്ടി വരുമെന്ന് പൊതുവെ ചോദിക്കാറുണ്ട് പലരും. അത് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ബില്ല് വന്നതിന് ശേഷം ഇതിനെപ്പറ്റി ആലോചിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അവിടെ യൂസേജിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എന്നാലും പൊതുവെ ഇപ്പോൾ ആളുകൾ പുതിയ വീടൊക്കെ വെക്കുന്നവരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരുവിധ ആളുകളെല്ലാവരും സോളാറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് എന്തായാലും ഈ സാധനം ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബില്ലിങ് നടന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പേരിലേക്ക് കണക്ഷൻ ആയതിന് ശേഷം മീറ്റർ ഇൻസ്റ്റലേഷനും കഴിഞ്ഞതിന് ശേഷം മറ്റേ വീട് പണിയുമ്പോൾ നമുക്ക് ആ കൺസ്ട്രക്ഷൻ പർപ്പസിലുള്ള അതിന് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് സോളാർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പേരിലേക്ക് കണക്ഷനൊക്കെ ആയി ഫസ്റ്റ് ബില്ല് വന്നതിന് ശേഷം വെക്കണതായിരിക്കും എപ്പോഴും നല്ലതല്ലേ? അപ്പോഴാണ് നമ്മുടെ ആ ഒരു ബില്ലൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഏകദേശം എത്ര ഒരു മനസ്സിലായി. 3 AC ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 3 AC ഒപ്പം വർക്ക് ചെയ്യണമെന്നില്ല. അതില്ല. ഇപ്പോൾ ഒരു ആവറേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വെക്കാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന പോലെ ഫ്ലാറ്റ് റൂഫിനേക്കാളും റേറ്റ് ആയിരിക്കുമല്ലോ ഓൾറെഡി ഷീറ്റ് ഇട്ട വീടുകളൊക്കെ. എത്ര റേറ്റിൽ ഡിഫറൻസ് വരും? മേ ബി സ്ട്രക്ചറിനനുസരിച്ചിട്ട് ഒരു റഫ് എന്തായാലും ഒരു 14%. അതായത് ഇതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാനുള്ള പാത്തും അതിൻ്റെ സ്റ്റെയറും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് മെറ്റീരിയൽ അതിനനുസരിച്ച് വരും. ഇപ്പം എൻ്റെ വീട് ഷീറ്റ് ഓൾറെഡി ഇട്ടതാണ്. ഇപ്പം നിങ്ങളത് ഇടുന്ന സമയത്ത് അതിൻ്റെ കോൺട്രാക്ടറോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ സോളാർ വെക്കുന്നുണ്ട്, അപ്പോൾ അതിനുള്ള രീതിയിൽ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയലാണ് അവിടെയും കയറണത് വേണം. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇച്ചിരി കൂടി ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും എന്ന് മാത്രം. ഇച്ചിരി കൂടി ഒരു എസ്തറ്റിക് ഫിനിഷിങ് ഇടുന്നില്ലെങ്കിൽ കുറേ കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. കാരണം പിന്നെ ഷീറ്റ് ഇടാതിരുന്നതിന് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വെള്ളം ഇറങ്ങുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിനൊരു അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ പാനലിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഈ പാനൽ എഫിഷ്യൻസി എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് പറയാനല്ലാതെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാനായിട്ട് ചോദിച്ചിട്ടില്ല എന്താ ഈ പാനൽ എഫിഷ്യൻസി അതുകൊണ്ട് എന്താ ഇത് ചെയ്യണമെന്നുള്ളത്. ഒരുവിധമുള്ള എല്ലാ ഇൻസ്റ്റാളേഴ്സും അതിനെപ്പറ്റി മിണ്ടയില്ല. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറേ ഇത് ചെയ്യേണ്ടി വരും. എഫിഷ്യൻസി കൂടുതലുള്ള പാനൽ ഏതാണ്, അപ്പോൾ അത് അങ്ങനെ വെച്ചാൽ എങ്ങനെ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ഒഴിവാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ച് ഇതിൻ്റെ ക്വാളിറ്റി വൈസും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇൻസ്റ്റലേഷൻ പ്രൈസ് വൈസ് മാത്രം ശ്രദ്ധിക്കരുത്. നമ്മൾ ചിലപ്പോൾ 15,000 രൂപ നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് പ്രൈസിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 15,000 രൂപ ഈ നല്ല സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മാസം കൊണ്ട് നമുക്ക് റിട്ടേൺ വരുന്ന സംഭവം ഉണ്ടോ? അപ്പോൾ അത് നോക്കി ഡിസിഷനായിട്ട് എടുക്കണം. പിന്നെ വാറൻറ്റീനെ പറ്റി നമ്മൾ അധികം അങ്ങനെ സംസാരിച്ചില്ല. വാറണ്ടി ഇതിന് വരണത് എല്ലാം സെപ്പറേറ്റ് കമ്പനി വാറണ്ടിയാണ്. അപ്പോൾ ഇൻവെർട്ടറിനാണെങ്കിൽ ഡിഫോൾട്ട് ഒരുവിധമുള്ള എല്ലാ കമ്പനികൾക്കും 7 years 8 years ആണ്. 7 years 8 years ആണ് ഇൻവെർട്ടറിന് തന്നെ ഓൺ ഗ്രിഡ് പ്ലേസ്മെൻ്റ് ആയിരിക്കും അത്. അതെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന് വരണത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം 15 years ഒക്കെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ചെയ്തോളൂ അല്ലേ? ചെയ്തോളൂ. ഇപ്പോൾ ഞാൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ എനിക്ക് ആകെ കംപ്ലൈൻറ്റ് വന്നേക്കുന്നത് ഒറ്റ ഇൻവെർട്ടർ. അത് ലൈറ്റ്നിങ്ങിലാണ് പോയത്. ലൈറ്റ്നിങ്ങിൽ അവർ വേറൊരു കാര്യം ചെയ്തു വെച്ചിരുന്നു, അതുകൊണ്ട് പോയതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ലൈറ്റ്നിങ് അറസ്റ്ററും കാര്യങ്ങളൊക്കെ അത്ര ഒക്കെ ആയിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ഒരുവിധമുള്ള ഒഴിവായി പോകുന്ന രീതിയിൽ. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യണ ബ്രാൻഡ് അത്ര വിശ്വാസമുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്ത് ഞങ്ങളുടെ അതിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരാൾ വന്നു വെച്ചാൽ എനിക്ക് ഇന്ന ഇൻവെർട്ടർ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി നെഗറ്റീവ് അഭിപ്രായമുള്ളതാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു പ്രശ്നമുള്ള സാധനമാണ് എന്ന് പറയും. ഞങ്ങൾ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അയാൾ അതൊന്ന് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി വാങ്ങിക്കും, താങ്കളുടെ പ്രത്യേക നിർദ്ദേശത്തിൽ അതെ. അതായത് ഇതിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മുടെ തലയിലേക്ക് തന്നെ വരുള്ളൂ. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഈ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സംഭവമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് യുഗമാണ്, നമുക്കറിയാം. ഇലക്ട്രിക് കാറുകളും 2 വീലറുകളൊക്കെ ഒന്നും ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവിൽ സംസാരിക്കാം. ഇപ്പോൾ എനിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ദിവസം ചാർജ് ചെയ്യാൻ ഒരു 3 യൂണിറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യാനുള്ള നമ്മുടെ 4 യൂണിറ്റ് 3.7 കിലോവാട്ടിൻ്റെതാണെന്നുണ്ടെങ്കിൽ 3.7 യൂണിറ്റ് വരും. 7 യൂണിറ്റ് വരും. നമുക്കിപ്പോൾ ഒരു 3-4 യൂണിറ്റ് 2 വീലറുകൾക്ക് മാത്രം പലർക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസേജിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 വീലറൊക്കെ ആണെങ്കിൽ ഒരു 3 കിലോവാട്ടൊക്കെ തന്നെ ഏകദേശം മതിയാവും. അതല്ല, ഇപ്പോൾ ഞാനൊരു കാർ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇപ്പം എൻ്റെ ഭാവിയിലാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ കാറിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു 19 to സാധാരണക്കാരൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കി ഒരു 25-30 കിലോവാട്ട് എന്തായാലും യൂണിറ്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 5-ൽ നിൽക്കും. ഈ പറയുന്ന അതിനകത്താണെങ്കിൽ അപ് ടു ഒരു EV Max അത് 36.7 രണ്ടാണോ അതുപോലെയുള്ളതാണെങ്കിൽ 5 കിലോവാട്ടിലേക്ക്. 5 കിലോവാട്ടിന് ഇപ്പോൾ എത്ര പ്രൊഡക്ഷൻ ഉണ്ട്? എത്രയോ ഇതിനോട് 20 യൂണിറ്റ് തുടങ്ങി 25 യൂണിറ്റ് വരെയാണ് അത് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഈ കാറ് ചാർജ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 10-30 യൂണിറ്റിന് മേലെ വരുന്നത്. ഈ എല്ലാ ദിവസവും ഫുൾ ചാർജ് ചെയ്യേണ്ടി വരും. അതാണ് ചോദിച്ചത്. എല്ലാ ദിവസവും ആവറേജ് എല്ലാ ദിവസവും ഫുൾ ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു 7 കിലോവാട്ട് വേണ്ടി വരും. അത് സാധാരണക്കാരൻ്റെ ഒരു ഓട്ടത്തിൽ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് 5 കിലോ. അല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ സ്കൂട്ടർ ചാർജ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ പുറത്ത് പോയി വന്നു, നമുക്ക് 30 കിലോമീറ്റർ കാണിക്കണം, അപ്പോൾ ഞാൻ കുത്തിയിടും, പോണ സമയത്ത് ഫുള്ളായിരിക്കും. അങ്ങനെയുള്ളൂ. ആ ഒരു റൊട്ടേഷനിൽ വരുമ്പോൾ നമുക്ക് 5 കിലോ. അത് ജസ്റ്റ് ഒരു ബഫർ ഇട്ടിട്ടേ ഇനിയിപ്പോൾ 5 കിലോമീറ്റർ വെച്ചിട്ട് ഒരാൾ കൊണ്ടിട്ട് ഡെയിലി ചാർജ് ചെയ്തിട്ട് വണ്ടാരം ഇത് ഒട്ടില്ല അത് പറഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടുള്ള ഞാൻ ചോദിക്കുകയാണ് റെക്കമെൻഡേഷൻ. അപ്പോൾ എനിക്കൊരു 10,000-2,000 യൂണിറ്റ് താഴെ ഉള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ ഈ പറയുന്ന പോലെ സമ്മറാണ്, ഈ ചൂടൊന്നും കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് 2,000 യൂണിറ്റോ? പക്ഷേ 2,000 രൂപ 2,000 കിട്ടുന്നതല്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. നമുക്ക് വീട്ടിൽ തന്നെ AC ഇടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഒരു 3 കിലോവാട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. താങ്കൾ പറഞ്ഞല്ലോ ഫ്രണ്ടാണെന്ന്. അപ്പോൾ ആ രീതിയിൽ പറയണം നിങ്ങൾ. അതേപോലെ ഒരു മാസം കൊണ്ട് യൂസ് ചെയ്യാം.
അപ്പോൾ എത്ര ഇലക്ട്രിസിറ്റി ബില്ല് വരുമെന്ന് അറിയാം, ട്രിപ്പിൾ സെറ്റ് എന്നിട്ട് വെച്ചാൽ മതി. എന്നിട്ട് വെച്ചാൽ മതി. അതാണ് ഒരു പൈസ ആയിട്ടുള്ള ഡിസിഷൻ. അല്ലേ? അപ്പോൾ നമുക്ക് ഈ പറയുമ്പോൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞാലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി വാങ്ങാനാണെങ്കിലും എന്ത് സാധനം വാങ്ങാനാണെങ്കിലും നമ്മൾ അരിച്ചു പിറക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും റിസർച്ച് തന്നെ തീർച്ചയായിട്ടും അരിച്ചു പുറക്കണം. ഇപ്പോൾ അരിച്ചു പുറക്കുമ്പോൾ ചില എലമെന്റ്സ് വിട്ടു പോകാറുണ്ട് പലർക്കും. അത് ആ വിട്ടു പോകണോടത്താണ് നമുക്ക് പണി കിട്ടണത്. ഇത് ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് അറ്റാച്ച്മെൻറ്റുള്ള കുറേ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വെച്ച് ഇങ്ങനെ ചോദിച്ചിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും നല്ല സാധനം വെച്ച് റേറ്റ് ചെയ്ത് കോട്ട് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് നമ്മളോട് ചോദിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ വേറെ ആൾ വന്നിട്ട് അതിനേക്കാളും ചിലപ്പോൾ 10,000-15,000 കുറച്ച് പറഞ്ഞിട്ടുണ്ടോ. എങ്ങനെയാണ് ഇത് കുറഞ്ഞേക്കണേന്ന് അവർ വിശകലനം ചെയ്യുന്നില്ല. ഇവരുടെ മനസ്സിൽ എന്നാലും ഞാനും അവനൊക്കെ ആയിട്ട് ഇത്രയും ഇതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് ശരിയായല്ലോ, കൂടുതൽ പൈസ വാങ്ങിച്ചെന്നോ എന്നുള്ള ഫീൽ. അത് എന്തുകൊണ്ട് അതല്ല, ആരായാലും എങ്ങനെയായാലും ഇത് എന്തുകൊണ്ടാണ് കൂടിയെന്ന് ചോദിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് അവർ ചോദിക്കില്ല. അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്ത് വിചാരിക്കും, ഇവിടെ വില കുറവാണ്. അല്ല ഞാനെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റാളർക്കും വരുന്ന ഒരു പ്രശ്നമാണത്. പരിചയമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നം. യെസ്. അപ്പോൾ അതങ്ങനെ വന്നു. അപ്പോൾ സോളാർ ആണെങ്കിലും ഇലക്ട്രിക് വണ്ടി ആണെങ്കിലും എന്ത് സാധനം വാങ്ങുമ്പോഴാണെങ്കിലും ബേസിക് ആയിട്ട് അതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യാം. ഇനി നമുക്ക് അതിനെ പറ്റിയിട്ട് എന്തൊക്കെ റിസർച്ച് ചെയ്യണം എന്ന് അറിയില്ല എങ്കിൽ നമ്മൾ അത്യാവശ്യം അറിവുള്ള ആളുകളോട് ചോദിക്കാം. അല്ലേ? അപ്പോൾ സോളാറിൻ്റെ കേസിൽ ഇങ്ങനെ തന്നെയാണ് ഈ പറയുന്ന പോലെ ഒരു 1:30 1:35 നമുക്ക് 3 കിലോവാട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ 2.25 നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ചുള്ള ചിലപ്പോൾ ഇൻവെർട്ടർ മാറും, ചിലപ്പോൾ പാനലുകൾ ക്വാളിറ്റി വയറിങ് കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചും കണ്ടും വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സംഭവം വരും. അല്ല, നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കാം നമ്മൾ 20 ഇയേഴ്സിലേക്ക് ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യണത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യണം എന്നൊരു ചിന്ത വേണം. എന്നിട്ട് വേണം പ്രൈസിനെ പറ്റി ചിന്തിക്കാനും ബാക്കിയുള്ള ഇതിന് പാരാമീറ്റേഴ്സിനെ പറ്റി നോക്കാനും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു തറവായിട്ടുള്ളൊരു റിസർച്ചൊക്കെ ചെയ്തിട്ട് വേണം എന്തൊരു തീരുമാനം ആണെങ്കിലും നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ സുഹൃത്തെന്നുള്ള നിലയിലും ഈ ഒരു ഫീൽഡിൽ പഠിച്ചിട്ടും അതുപോലെ തന്നെ വർക്കും ചെയ്യുന്ന ഒരാൾ, പലരും വർക്ക് ചെയ്യുന്ന എന്താ ഇത് പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഇതില്ല. ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിനകത്താണ്. എന്താ പഠിച്ചാണ്? ഞാൻ ബേസിക് പോളിടെക്നിക് ഡിപ്ലോമയാണ്. അതിനുശേഷം ഇലക്ട്രിക്കൽ പോളിമർ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെയിം ഡിപ്ലോമ തന്നെ IT ചെയ്തു. വീണ്ടും ഡിപ്ലോമ തന്നെ ഇലക്ട്രോണിക്സ് ചെയ്തു. അതിനുശേഷം AMI എന്ന് വെച്ചാൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഇൻ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ്, ഇക്വാലിറ്റി ടു ബിടെക് ആണ്. അപ്പോൾ എല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം MBA ചെയ്തിട്ടുണ്ട്. എല്ലാം മതി. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരാളുടെ ഇതിനകത്തുനിന്ന് വരണ എന്താണ് ചിന്ത കാര്യങ്ങൾ എന്നാൽ അതിനനുസരിച്ച് നമുക്ക് ഫോം ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സോളാർ റിലേറ്റഡ് എന്തെങ്കിലും വെക്കാൻ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് സോളാർ റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടോ നിങ്ങൾ ഈ വീഡിയോ കാണും. നമ്മൾ പർച്ചേസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതല്ലേ നമ്മൾ അത്രയല്ലേ ഉദ്ദേശിക്കുള്ളൂ. നിങ്ങൾക്ക് സോളാർ വെക്കണം എന്നാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സോളാറിനെ പറ്റിയിട്ട് റേറ്റ് കാര്യങ്ങൾ അറിയണം, ക്വാളിറ്റി ഏത് ബ്രാൻഡ് വെക്കണം, അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസിനാണെങ്കിൽ പോലും ഹെൽപ്പ് ചെയ്യാൻ ജിനീഷ് ബ്രോ റെഡിയാണ്. പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് വിളിച്ച് സംസാരിച്ച് ഇനിയിപ്പോൾ പാനലുകൾ വെക്കാൻ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ അതും നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനുണ്ടോ? അടിയാനായിട്ട് വല്ലതുണ്ടോ? ഒരു ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടില്ല, കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റിലൊക്കെ വരുമല്ലോ, അപ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നല്ലേ, ഇന്നല്ല എങ്കിൽ നാളെ എന്തായാലും എല്ലാവരും അന്വേഷിക്കാൻ പോകുന്നൊരു സംഭവമാണ് ഈ സോളാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ സമയം അലോട്ട് ചെയ്തതിന് തന്നെ വലിയൊരു താങ്ക്സ്. ഇതേപോലൊരു അവസരം തന്നതിന് നദീ ലത്തീഫിനും എൻ്റെ നന്ദി പറയുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.